സോ ഹേ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഗ്രാനിത്തള്ളയുടെ വീട്ടിൽ നിന്ന് കാർ വരെ എസ്കേപ്പ് ആകാൻ പോണേ. നമ്മളിന്ന് ഗ്രാനിത്തള്ളയുടെ കാർ അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ പോണേ ഗൈസ്. ലെസ്കോ, അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും ഗൈസ് നമ്മൾ ഈ എസ്കേപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാനിറ്റി ഈസി മോഡിൽ എല്ലാ എസ്കേപ്പും ചെയ്ത് കഴിയും. അത്രേ ഉള്ളൂ ഗൈസ്. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ പരിപാടി തന്നെ, വേസ്റ്റ് എടുത്ത് തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പം അങ്ങനെ ഗൈസ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ടയ്ക്ക് ഒരു ശബ്ദം ഉണ്ടാക്കണം. അതെന്താ വെച്ചാൽ പറ്റും പ്ലാങ്ക് കുറയാൻ വേണ്ടി. അത് നമുക്ക് പ്ലാങ്ക് എന്തോ പറയണ്ടേ, നമുക്ക് ഈ ഹാമറിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കിളവി തന്നെ തട്ടിത്തരും. നമുക്കത് പറ്റുമെന്ന് അറിയാം. ചിലപ്പോൾ ബഗ് അടിച്ച് കിളവി ചെയ്ത് വരുത്തില്ല, കുഴപ്പമില്ല. എന്നാലും ഓക്കെ, നമുക്കെന്തായാലും ഇത് മാറ്റാം. അല്ലെങ്കിൽ കിളവി നമ്മൾ പിന്നെ ഇത് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ കിളവി ചിലപ്പോൾ മിക്കവാറും അതേ വരത്തില്ല. ഞാൻ കുറേ വട്ടം കളിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു. നിങ്ങളുടെ കിളവി ഇനിയും വരുമോ ഗൈസ്? അതാണ് പ്രശ്നം. അരമണിക്കൂർ എടുക്കും ഗൈസ് കിളവി നടന്നു വരുമ്പോഴത്തേക്ക്. ഈസി മോഡായതുകൊണ്ട്. നോർമൽ ഇട്ട് കഴിഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ക്രീക്കിംഗ് ഫുള്ളർ കാണും. ക്രീക്കി ഫോർ ഉണ്ടായി പറഞ്ഞാൽ അറിയാലോ പണിയാണ്. അപ്പോൾ എക്സ്ട്രീം മോഡിലെ കാര്യം പറയണ്ടല്ലോ, എൻ്റെ കാര്യത്തിൽ തീരുമാനവും. ബട്ട് നമുക്കൊരു വിശ്വാസമുണ്ട് ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും പറ്റും. അത്രേ ഉള്ളൂ ഗൈസ്. കിളവിയെ കാണുന്നില്ല. അശുഭം ഗൈസ്, കിളവി കണ്ട് ഇവിടെ നിന്ന് ഗൈസ്. നമുക്കതിന് താഴോട്ട് ഇടാം. ജസ്റ്റ് നമുക്കത് കണ്ടം വഴി ഓടാം. താഴെ നമ്മുടെ വെപ്പൺ കീ ഉണ്ട് ഗൈസ്. വെപ്പൺ കീ എടുത്തിട്ട് കിളവി എന്ന് ബൂഷാം. കിളവിയുടെ പ്ലാങ്ക് മുറിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിളവി മുറിക്കത്തില്ല ഗൈസ്. അതിനുള്ള പണി നമ്മളിപ്പോൾ കൊടുക്കും ഗൈസ്. നമ്മുടെ വെപ്പൺ കീ കിട്ടി. ഈ കിളവി മണ്ടയ്ക്ക് കാണാനുള്ള ചാൻസ് എനിക്ക് കാണുന്നില്ല. ഇല്ല ഗൈസ്, നമുക്ക് എന്തായാലും നേരെ പോവാം. ഓക്കെ, നമ്മുടെ വെപ്പൺ പോയി എടുക്കാം. കിളവി പുറകെ നിന്ന് കാണുമോ? ഇല്ല ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയേക്കാം. വെപ്പൺ കീ വെച്ച് ഓക്കെ. ഇനി നമുക്ക് നേരെ പുറകോട്ട് പോയിട്ട് നമ്മുടെ വെപ്പൺ എടുക്കാം. എന്നിട്ട് കിളവി അങ്ങോട്ട് തട്ട് തന്നെ ഗൈസ്. ഗൈസ് ഇവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ബുക്ക് കൊണ്ടുവെക്കണം. കിളവി ഇങ്ങോട്ട് ബാ. കിളവിക്കുള്ള സമ്മാനം റെഡി. ബാ, ഓടി വാ കിളവി. ചാടി വാ കിളവി. കിളവിക്കുള്ള സമ്മാനം ഇവിടെ റെഡിയാ. കിളവി ബാ കിളവി എണ്ണിച്ച്. ഗൈസ് കിളവി വരുന്നില്ലല്ലോ. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല ഗൈസ് കിളവിനെ കാണുന്നില്ല. കിളവി ബഗ് അടിച്ച. കിളവി ലാഗ് അടിപ്പിക്കാതൊന്ന് പെട്ടെന്ന് വാ. നമുക്ക് ഈ ഡ്രോയറൊക്കെ അടിച്ചേക്കാം ചുമ്മാതെ. കിളവിയെ കാണുന്നില്ലല്ലോ. അതേണ്ട വരുന്നു. അപ്പോൾ ബ്രോ എന്നാ പിടിച്ചോ, ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. മാറിക്ക് പെണ്ണുമ്പിള്ളേ. പെട്ടെന്ന് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ തള്ളിയിടണം. നമ്മൾ പിന്നെ വലിയ പ്രോ പ്ലെയർ ആണ്, നമ്മൾ ഇവിടെ നിന്ന് തന്നെ തള്ളിയിടും. കണ്ടോണേ, അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഈ നേരെ പോയിട്ട് നമ്മുടെ ഇതെടുക്കാം. നമ്മുടെ എന്തൊരു ബുക്ക് എടുക്കാം. മാറിക്ക് പഠിപ്പേഞ്ചിലേക്ക് ബുക്ക് കൊടുത്തില്ല, അവളെ എന്നെ ദേഷ്യപ്പെടും ഗൈസ്. പണ്ടാല കാര്യത്തിൽ ഗൈസ്, നമുക്ക് തന്നെ പഠിപ്പേഞ്ചിൽ എനിക്ക് ബുക്ക് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഇവിടെ എൻജിൻ പാർട്ട് ഇരിപ്പുണ്ട് ഗൈസ്, അതുകൊണ്ട് എടുക്കണം. ഓക്കെ, എൻജിൻ പാർട്ട് ആണ് ഇവിടെ ഇരിപ്പുണ്ട്, എടുക്കാം ഗൈസ്. കിളവി ഇപ്പോൾ സ്പോണാവും. അയ്യോ ഗൈസ്, നമ്മുടെ തോക്ക് നമ്മൾ ഇവിടെ ഇട്ടായിരുന്നു. ഓക്കെ, തോക്കും സ്ക്രൂ ഡ്രൈവറും എൻജിനും എല്ലാം കൂടെ എടുക്കണം ഗൈസ്. ആദ്യം സ്ക്രൂ ഡ്രൈവർ എടുക്കാം. കിളവി ഇപ്പോൾ സ്പോണായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗൈസ്, 1 മിനിറ്റായി കാണത്തുള്ളൂ. ഇന്ത്യയുടെ സാധനം ക്രോസ് ബോ എടുത്തിട്ട് ഇനിയും ഒന്നര കിളവിയെ കൊല്ലണം ഗൈസ്. നമ്മൾ ഈ പ്രാവശ്യം പെട്ടെന്നായിരിക്കും തീർക്കുന്നത്, അത്രേ ഉള്ളൂ ഗൈസ്. അയ്യോ, സ്ക്രൂ ഡ്രൈവർ അങ്ങ് പോയില്ലേ. നമ്മുടെ പാഡ്ലോക്കി നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നോക്കുമ്പോൾ കാണും. ഓക്കെ, കാർ സ്കേപ്പ് കുറച്ച് സീനാണ് ഗൈസ്. നമുക്ക് ഇതെടുക്കാം. പാഡ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഗൈസ് കിളവ് ഇവിടെ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. കിളവ് ഇപ്പം ഇങ്ങോട്ട് വരും, നമുക്ക് അപ്പുറത്തേക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, കിളവ് എന്തായാലും അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ടൊന്ന് പോകുന്നു. നമുക്കിവിടെ തുറക്കാം ഗൈസ്. ഇനി കിളവ് ഇങ്ങോട്ട് വരട്ടെ. കിളവ് ഇങ്ങോട്ട് വരാനും ചിലപ്പോൾ ഇനി അരമണിക്കൂർ എടുക്കും. ഓക്കെ, കിളവി പെട്ടെന്ന് വാ. ഓക്കെ ഗൈസ്, കിളവി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കിളവിയെ വെട്ടിച്ച് ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മൾ ചില സാധനം ഒന്നും കാണിക്കുന്നില്ല ഗൈസ്, വേറെ ലെങ്ത് കൂട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി നമ്മുടെ എൻജിൻ പാർട്ട് ഇപ്പോൾ എടുക്കുന്നില്ല ഗൈസ്, കാരണം കിളവി നമ്മുടെ പുറകെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മണ്ടക്കത്തെ ഒന്നോടെ ഇതാക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അത് നമുക്ക് ഹാമർ എനിക്ക് തോന്നുന്നു, എവിടെ ആണെന്ന് അറിയത്തില്ല. സീവറിലാന്ന് തോന്നുന്നു ഹാമർ ഇരിക്കുന്നത്. അതിനെ എടുക്കാനൊന്നും എനിക്ക് വയ്യ. അത് നമുക്ക് എന്തായാലും ഗൈസ് കിളവി മിക്കവാറും ഇത് പൊളിക്കാൻ ചാൻസ് കുറവാണ്. കാരണം കിളവിക്ക് ഒന്നാമതേ 2 പേര് ലൂസായിരിക്കുക. ഓക്കെ, കിളവി വന്ന് ഗൈസ്, ലെറ്റ്സ് ഗോ. പൊളിക്ക് കിളവി. പറ്റും. ശരി
ഗൈസ് കിളവേനെ പൊട്ടിച്ചിട്ട് കിളവേനെ നോക്കിയിരിക്കുന്നു. ഇതാണ് കിളവിയുടെ സ്വഭാവം. എനിക്ക് ഇഷ്ടമല്ല പണ്ടാരക്കാലത്തി. ഗൈസ് നമുക്കൊന്ന് വെളിയിറങ്ങിയാലോ? നമ്മൾ പിന്നെ പ്രോ പ്ലെയർ ആണ്ട് വെളിയിറങ്ങാം. ഗൈസ് നമുക്ക് കിളവേനെ ഒന്നൊരു വിഷയമല്ല. എക്സ്ട്രീം മോഡ് ആണെങ്കിൽ ഇന്നിങ്ങനെ നിൽക്കത്തില്ല നമ്മൾ. അത് വേറെ കാര്യം. അയ്യോ ഗൈസ് നമ്മളൊരു ദിവസം എക്സ്ട്രീം മോഡ് കംപ്ലീറ്റ് ആക്കും. അന്നേരം ഈ കിളവി വായും പൊളിച്ച് നോക്കിയിരിക്കും. ഗൈസ് കിളവി മണ്ടയ്ക്ക് വന്നു. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മുടെ എൻജിൻ പാട്ട് നമ്മൾ എടുത്തിട്ട് ഇവിടെ ശബ്ദം ഉണ്ടാക്കാം. എന്നിട്ട് കിളവി ഒന്ന് തട്ടണം ഗൈസ്. കിളവി ഒന്നോട്ട് തട്ടണം. കിളവിക്ക് കുറച്ച് സോക്കേട് കൂടുതൽ. എന്നെ കുറേ നേരം ഇട്ട് ഓടിച്ച് നാശം പിടിക്കാറുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എൻജിൻ പാട്ട് കൊണ്ട് വെക്കാം ഗൈസ്. നമുക്കിതൊന്നും പേടിയില്ല. നമുക്ക് കിളവിയൊക്കെ എന്ത്. ഓക്കെ നമ്മുടെ എൻജിൻ പാട്ട് മേളിൽ ഇങ്ങോട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ചേങ്കട്ടെടുത്ത് നമ്മൾ കിളവിനെ പോച്ചു കൊല്ലണോ ഗൈസ്? കിളവിനെ എന്താ പോച്ചു വന്നാലോ ഗൈസ്? എന്താ പറയുന്നത്? വേണോ കിളവിനെ എന്താ പോച്ചു വന്നാലോ? വേണോ ഗൈസ്? നമ്മളിത് വേണ്ട ഗൈസ്. കിളവി വന്ന് വേണ്ട. പക്ഷേ കിളവി പോച്ച് നമ്മൾ ഇതുവരെ കൊന്നിട്ടില്ല. നമ്മൾ ഈ 3 വട്ടം ഗ്രാനിയുടെ എസ്കേപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ കിളവിനെ പോച്ചു വന്നിട്ട് ഗൈസ്. അതെന്താണ്? എങ്ങനെയെങ്കിലും പോച്ചു കൊല്ലണം ഗൈസ്. ഗൈസ് നമുക്കെന്തായാലും നമ്മുടെ ക്രോസ് ബോ എടുത്തിട്ട് കിളവിനെ തട്ടാം. കിളവി കമോൺ. കിളവിക്കുള്ള സമ്മാനം ഇവിടെ റെഡിയാണ്. കിളവിക്ക് ഇന്ന് ക്രിസ്മസിനും സമ്മാനം തരാം, ഓണത്തിനും അഡ്വാൻസ് ഓണം എല്ലാത്തിനുള്ള സമ്മാനം തരാം. ഇങ്ങോട്ട് ബാ കിളവി. വരുന്നുണ്ട്. ഇങ്ങോട്ട് ബാ ഇങ്ങോട്ട് ബാ. ഇന്നാ പിടിച്ചോ കിളവിയുടെ സമ്മാനം. അയ്യോ ചത്തി. ഓക്കെ ശരി. ഞാൻ ട്രാഫിക് കൂടെ പോവാൻ എടാ. അയ്യോ ഗായ്സ് ബഗ് അടിച്ച്. അവിടെ ഈ ട്രാപ്പിന് പോകുന്നവരെ വരെ വെയിറ്റ് ചെയ്യണമല്ലോ ഗൈസ്. പല്ലും തേച്ചിട്ടില്ല പണ്ണം പിള്ള. നമുക്ക് ഇതിലൂടെ പോയല്ലോ ഗൈസ്. ട്രാപ്പ് പോയി മാറിയിക്ക് പെണ്ണും പിള്ളേ. ഗൈസ് ഇനിയും കുറേ സീനാണ്. 1 മിനിറ്റ് ഇപ്പം തന്നെ തീർന്ന്. അയ്യോ പെട്ടെന്ന് നമ്മൾ മറ്റേ സാധനം എല്ലാം എടുക്കണം. ഓക്കെ നമ്മുടെ മണ്ടയ്ക്ക് ഒരു കാർക്കിയും ഉണ്ട് ഫ്രഞ്ചും ഉണ്ട്. അത് രണ്ടും മണ്ടയ്ക്കാണ്. ഫസ്റ്റ് നമ്മുടെ പ്ലാങ്ക് എടുക്കാം. കൂടെ വെക്ക്. ഇനി നമ്മൾ ചേങ്കട്ടർ എടുക്കാം ഗൈസ്. നമുക്ക് കട്ടിംഗ് ബ്ലേസാണ് വേണ്ടത്. പക്ഷേ ചേങ്കട്ടർ വെച്ച് നമുക്ക് മുറിക്കാം, സീനില്ല. ഓക്കെ ഇത് മുറിക്കാം. ഓക്കെ എടുക്കാം. ചവിട്ടി പൊളിക്കട്ട വാതില്. പൊളിയടാ. ഗൈസ് വാതിലോടെ പിഴു വിടുന്നു ഗൈസ്. ഇനി നമുക്ക് നേരെയില്ലേ നമ്മുടെ കാർക്കി ഇവിടെ കാണും. കാർക്കി എടുക്കാം. ഓക്കെ ഗൈസ് നമ്മൾ നേരിട്ട് താഴെ ചാടി ഗൈസ്. കാർക്കി എടുത്തോണ്ട് കിളവി മണ്ടയ്ക്ക് വന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഗൈസ്. നമുക്ക് ഇവിടെ ചാടാം. അല്ലെ കിളവി മറ്റേ ശബ്ദം കേട്ട് വരും. പിന്നെ നമുക്ക് കാർക്കിയുടെ മറ്റേ ഇത് കൊണ്ട് തുറക്കാം. കാർക്കിയുടെ ഇവിടെ ഇത് കൊണ്ട് തുറക്കാം. ഓക്കെ ഇനി നമ്മൾ വാട്ടർ മെലൺ എടുക്കാം. വാട്ടർ മെലിനകത്ത് എനിക്ക് തോന്നുന്നു എന്തായിരുന്നു സ്പാർക്ക് ബ്ലക്കാണ് ഗൈസ്. സ്പാർക്ക് ബ്ലക്ക് നമുക്ക് ആവശ്യമാണ് ഗൈസ്. ഇനി കിളവി വരട്ടെ. കിളവി ഇനി വരാൻ 1/2 മണിക്കൂർ എടുക്കും. അതാണ് കഷ്ടം. പല്ലും തേക്കത്തില്ല. ഇവർക്ക് പല്ല് തേച്ചൂടെ പെണ്ണും പിള്ള. ഗൈസ് ദേണ്ട് കാവടി ഉള്ളി വരുന്നു. കാവടി ഉള്ളി പോ വാ. കിളവിക്കുള്ള സമ്മാനം എന്നാ പിടിച്ചോ ഗൈസ്. കിളവിക്കുള്ള സമ്മാനം കൊടുത്തു. ഇനി നമ്മുടെ ക്രോസ് ബോ ഇടുക. ഗൈസ് നമുക്കില്ലേ ഇനി നമ്മുടെ ഫ്രഞ്ച് എടുക്കാം. ഫ്രഞ്ച് എടുത്തിട്ട് നമ്മുടെ ഇവിടെ പോവാം. ഓക്കെ ഇവിടെ നമുക്ക് തുറക്കണം. ഈ 3 നമ്മൾ ആക്കിയിട്ട് നമ്മുടെ സ്പാർക്ക് പ്ലഗും പിന്നെ നമ്മുടെ ഗ്യാസിലാണെങ്കിൽ നമ്മുടെ ബാക്ക് യാർഡിൻ്റെ അവിടെ ഒരു ഇരിപ്പുണ്ട്, അതും കൂടെ എടുക്കണം. ഓക്കെ വാട്ടർ മെലൺ എടുക്കാം. ഓക്കെ നമുക്കത് കൊണ്ട് മുറിക്കണം രണ്ടും. കിളവ് ഇപ്പോൾ സ്പോണാവാൻ നല്ല ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് ഉണ്ട് ഗൈസ് കിളവി. ഓക്കെ നമ്മുടെ ഗ്യാസിലിൻ്റെ ഇരിപ്പുണ്ട്. 2 മിനിറ്റേ ഉള്ളൂ ഗൈസ്. സാധാരണ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് 2.5 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മിനിറ്റേ ഉള്ളൂ. എനിക്ക് തോന്നില്ല മറ്റേ ക്രോസ് ബോ ചടിക്കുമ്പോൾ 2 മിനിറ്റേ ഉള്ളെന്ന് തോന്നുന്നു. അതെന്താ അറിയത്തില്ല. ഓക്കെ ഗൈസ് ഒരു 2.5 ഒരു 3 മിനിറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കിളവി വരാൻ തന്നെ 3 മിനിറ്റ് എടുക്കും ഈ സിമ്മുള്ളിൽ. ഗൈസ് കിളവി ഇനി എപ്പോൾ വരും? പണ്ടാരക്കാരത്തി. ഗൈസ് നമുക്ക് എന്തായാലും സ്പാർക്ക് പ്ലഗ് കൊണ്ട് വെച്ചാൽ വേണ്ട. നീ കിളവ് വരുന്നവരെ പിന്നെയും കാത്തിരിക്കണമല്ലോ ഗൈസ്. കിളവ് വരാൻ 1/2 മണിക്കൂർ എടുക്കുന്ന പണ്ടാരക്കാലത്തി. നീ ഏത് കാലത്ത് വരും? അയ്യോ എന്നെങ്ങാനും വരുവോ? ബ്രോ ഗൈസ് കിളവേനെ ഇന്ന് മിക്കവാറും ഞാൻ തട്ടും.
കിളവിക്ക് അടുത്ത സമ്മാനം കൊടുക്കാം ഗൈസ്. കിളവി വാരുന്നുണ്ട് ഗൈസ്. കിളവിയുടെ അടുത്ത സമ്മാനം എന്നാ പിടിച്ചോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ സ്പാർക്ക് പ്ലഗും നമ്മുടെ ഗ്യാസിനും പോയി ഒഴിക്കണം. ഈ മാറിക്ക് വേണം പിള്ളേ. ഓക്കെ, നമുക്ക് ഇനി സ്പാർക്ക് പ്ലഗ് കൊണ്ടുവെക്കാം. വെക്കുന്നില്ല ഗൈസ്, നമ്മൾ അങ്ങോട്ട് എറിഞ്ഞ് മാറിക്ക് അങ്ങോട്ട്. ഓക്കെ, നമ്മുടെ ഗ്യാസിലും പോയി എടുക്കാം. ഗ്യാസിലും എടുത്ത് ഗൈസ് ഇനി നമുക്ക് ഒന്നൂടെ കളവി കൊന്നാൽ മതി ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒന്ന് കാറെടുത്തോണ്ട് പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഗ്യാസിലും കഴിക്കാം. ഓക്കെ ഗൈസ്, ഗ്യാസിൽ ഒഴിച്ച് ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ സ്പാർക്ക് പ്ലഗ് എടുക്കണം. അതിന് നമുക്ക് കാർക്കി ഇട്ടേക്കാം, പെട്ടെന്ന് ഓടി പോകണ്ടേ. സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യാം? സ്പാർക്ക് പ്ലഗ് കിട്ടി. നമുക്ക് അതും കൂടെ കയറ്റി വെച്ചേക്കാം ഗൈസ് നമുക്ക് എന്തായാലും. ഓക്കെ, സ്പാർക്ക് പ്ലഗും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കാർ ബാറ്ററി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, കാർ ബാറ്ററി നമ്മുടെ സ്വന്തം സീവറിലാണ്. സീവർ പിന്നെ ഒരു പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ. പക്ഷെ സീവറിലെ പെണ്ണുമ്പിള്ള നമുക്ക് കാണേണ്ട ആവശ്യമില്ല, കാരണം പെണ്ണുമ്പിള്ള അങ്ങോട്ടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ വീൽ ക്രാങ്ക് വെക്കുന്ന അങ്ങോട്ട് പോയാൽ മതി. ഇനി പെണ്ണുമ്പിള്ള ഇനി ഏത് കാലത്ത് വരെങ്കിൽ ഇതാണ് ചടങ്ങ്. ഒരു വട്ടം കൊന്നു കഴിഞ്ഞാൽ പിന്നെ 1/2 മണിക്കൂർ എടുക്കും. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ എടുക്കും ഫോൺ ആവാൻ. ഗൈസ്, കിളവ് ഇപ്പോൾ വരുമായിരിക്കും മിക്കവാറും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അല്ല, വെറുതെ ചെയ്യാനാ. ഓ ഗൈസ്, കിളവി വേർ ആർ യു എന്ന് വരുന്നുണ്ട് ഗൈസ്. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം നമ്മൾക്ക്. എന്നാ പിടിച്ചോ. അതൊക്കെ ഹൈഡ് ആൻഡ് സീക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞങ്ങൾക്ക് നേരെ പോയി നമ്മുടെ ഇതെടുക്കാം, നമ്മുടെ സ്പൈഡർ കീ എടുക്കാം ഗൈസ്. സ്പൈഡർ കീ എന്ന് വെച്ചാൽ നമുക്ക് സ്പൈഡറിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് പോകാനേ ഗൈസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പൈഡറിനെ തന്നെ കാവിടെ ഉള്ളു. ഇപ്പം അങ്ങോട്ട് പോവും ഗൈസ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാന്ന് തോന്നുന്നു 13 മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ. സോറി ഗൈസ്, ശരിക്കും 11 മിനിറ്റ് ആയതേ ഉള്ളൂ ഗൈസ്. ഓ മൈ ഗോഡ്, നമ്മൾ 13 മിനിറ്റിനുള്ളിൽ മിക്കവാറും എസ്കേപ്പ് ആവും ഗൈസ്. കിളവി അങ്ങോട്ട് കാവിടെ ഉള്ളിൽ പോയി. ലെറ്റ്സ് ഗോ. നമുക്കിനി പെട്ടെന്ന് പോയിട്ട് നമ്മുടെ കാർ ബാറ്ററി അങ്ങോട്ട് എടുക്കാം. ഈ കിളവി എവിടൊക്കെ കൊണ്ട് വെക്കുന്നത്? ഞാനൊരു കാര്യം ചെയ്യട്ടെ ഗൈസ്. ഈ സീവർ കൊണ്ടുപോകുന്ന ഓരോ സാധനങ്ങൾ വെച്ച് ആരാ? കിളവിക്ക് എന്തായാലും ഇവിടം വരെ നടന്നു വരാനൊന്നും പറ്റത്തില്ല. ആരാ വെച്ചേ? ഈ സ്പൈഡർ റേഞ്ചിൽ തന്നെ വെച്ച് വേണം. സ്പൈഡർ റേഞ്ചിൽ എനിക്ക് വെക്കാൻ പറ്റുമോ? കൈ ഉണ്ടോ ഇനി? 4 കാലോ 5 കാലോ കൊണ്ടല്ലേ ഉള്ളു. 8 കാലം, സോറി ഗൈസ്. നമ്മൾ കാർ ബാറ്ററി വെച്ച് നമ്മുടെ കാർക്കി എടുത്തോണ്ട് ഫോർവേഡ് റിവേഴ്സ്. ഓക്കെ, ഇനി ഒറ്റൊരടിയും കൂടെ 3, 2, 1 ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളങ്ങനെ കാർ എസ്കേപ്പ് ചെയ്ത് ഗൈസ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.